ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ കൗതുകമുണർത്തുന്ന മദർ ഓഫ് തൗസൻഡ് എന്ന് പറയുന്ന ഒരു പ്ലാന്റിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വളരെ വ്യത്യസ്തകരമായിട്ടൊരു പ്ലാന്റാണ്. ഈ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷനാണ് ഇതിനെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തകരമാക്കുന്നത്. ആയിരക്കണക്കിന് മക്കളെ ഇങ്ങനെ താങ്ങി പിടിച്ച് നിൽക്കുന്ന ഈ ഒരു അമ്മച്ചെടിയാണ് മദർ ഓഫ് തൗസൻഡ്. വളരെ ഭംഗിയുള്ള കുഞ്ഞു മക്കളാണ് ഈ ഒരു അമ്മച്ചെടിയുടെ കൈകളിൽ നിറച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അമ്മച്ചെടിയെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. ആ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഈ ഒരു കുഞ്ഞു മക്കളിലൂടെയാണ് നടക്കുന്നത്. അല്ലാതെ തന്നെ വേറെ 2 രീതിയിലും കൂടെ പ്രൊപ്പഗേഷൻ നടത്തുന്നുണ്ട്. അങ്ങനെ മൊത്തം 3 രീതിയിലാണ് ഈ ഒരു പ്ലാന്റിനെ നമുക്ക് മാറ്റി നടാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒരു സക്യുലൻറ്റ് വെറൈറ്റിയാണ്. ഇതിനെ കലാഞ്ചോ എന്ന് പറയുന്ന അല്ലെങ്കിൽ കലാഞ്ചിയ എന്ന് പറയുന്ന ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഗുഡ് ലക്ക് പ്ലാന്റ് എന്നും ഡെവിൾസ് ബാക്ക് ബോൺ എന്നൊക്കെ പറയുന്നുണ്ട്. ഗുഡ് ലക്ക് ആണ്, അതായത് ഇൻഡോറിൽ വെക്കുമ്പോഴേക്കും വളരെയധികം ഐശ്വര്യം കൊണ്ടുവരുന്ന ഒരു പ്ലാന്റ് എന്നുള്ളൊരു വിശേഷണം കൂടി ഈ ഒരു മദർ ഓഫ് തൗസൻഡിനുണ്ട്. അപ്പോൾ ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റ് മെച്ചുവേർഡ് ആകുമ്പോഴേക്കും, അതായത് പ്ലാന്റിങ്ങിന് ശേഷം ഒരു 3 മാസമൊക്കെ കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഇലകളിലെ അറ്റത്ത് അതിൻ്റെ മാർജിനിലായിട്ട് ഇതുപോലുള്ള കുഞ്ഞു മക്കളുകൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അവയെ നമ്മൾ ഇതുപോലൊരു കൊക്കോപീറ്റ് മീഡിയത്തിലേക്ക് മാറ്റി നടുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. ഇതും മദർ ഓഫ് തൗസൻഡ് പ്ലാന്റ് തന്നെയാണ്. മറ്റതിനെ അപേക്ഷിച്ച് ഇലകൾക്ക് കുറച്ചുകൂടെ നീളം കൂടുതലും വണ്ണം കുറവുമാണ്. ഇതിലെ മക്കളാണെങ്കിൽ വളരെ കുഞ്ഞു മക്കളാണ്. ഈ പ്ലാന്റ് പണ്ട് മുതലേ കണ്ടുവരുന്നത് ആഫ്രിക്കയിലും മഡഗാസ്കറിലും ഒക്കെയാണ്. അപ്പോൾ അവരുടെ ഒരു വിശ്വാസം ഉണർത്തുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത്. അപ്പോൾ നമുക്കും ഇത് വീട്ടിനകത്തൊക്കെ വളർത്താൻ വളരെ ഈസിയാണ്. ഇതിനാണെങ്കിൽ പോട്ടി മിക്സ് പ്രത്യേകിച്ചിട്ട് ഒന്നും തന്നെ വേണ്ട. സാധാരണ മണ്ണും ഇതുപോലുള്ള കൊക്കോപീറ്റും ഒക്കെ മാത്രം മതി. ഇതൊരു സക്യുലൻറ്റ് പ്ലാന്റ് കൂടെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്തതിന് ഇതുപോലൊരു പ്ലേറ്റിൽ കുറച്ച് കൊക്കോപീറ്റ് എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പറക്കി ഇട്ട് കൊടുത്താൽ മാത്രം മതി. നടയാനൊന്നും പറ്റത്തില്ല, കുഞ്ഞതല്ലേ. അപ്പോൾ അതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഒരു കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു മോഡലിലായിട്ടുണ്ട്, ഒരു ചോക്ലേറ്റ് കേക്ക്. അപ്പോൾ ഇതിൻ്റെ പകുതി മാത്രം ഞാൻ വലിയ മദർ ഓഫ് തൗസൻഡിൻ്റെ വെച്ചിട്ടാണ് ചെയ്ത് കൊടുത്തത്. പിന്നെ ആ നീളമുള്ള നീഡിൽ കണക്കിരിക്കുന്ന ലീവ്സ് ഉള്ള മദർ ഓഫ് തൗസൻഡിൻ്റെ പ്ലാന്റിൻ്റെ കുഞ്ഞ് സാപ്ലിങ്സ് ആണ് ഇതേ മറുഭാഗത്തായിട്ട് ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഓൺലൈനായിട്ടും കിട്ടാറുണ്ട്, നഴ്സറികളിലും ഇപ്പോൾ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. 50 രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടൊന്ന് കാണാം. ഇപ്പോൾ ഉള്ള പ്ലാന്റിൻ്റെ സൈസ് നോക്കി വെച്ചോണേ. ഇത് വളർന്നതിന് ശേഷം കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്കിതൊരു 2 ആഴ്ചയ്ക്ക് ശേഷമുള്ളൊരു വ്യൂ കാണാം. അപ്പോൾ അത് ഏകദേശം 2 ആഴ്ച ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ ആ ഒരു സമയം കൊണ്ട് തന്നെ ബാക്കിയുള്ള ലീവ്സിലൊക്കെ പുതിയ കുഞ്ഞു മക്കളുകൾ ഉണ്ടായി നിൽപ്പുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് ഇതുപോലുള്ള സാപ്ലിങ്സ് നട്ടു കൊടുക്കാതെ തന്നെ നമുക്കിതിനെ വളർത്തിയെടുക്കാൻ വേറെ 2 ഐഡിയാസ് കൂടിയുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരത്തെ ഈ നട്ടു വെച്ച ഈ ഒരു പ്ലാന്റിന് വേരായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് വെള്ള കളറിലെ വേരുകളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റൂട്ടിംഗ് ഒക്കെ പോസിബിളാണ്. നമ്മൾ ഈ കൊക്കോപീറ്റ് ഉണങ്ങി പോകാതിരിക്കാൻ ശ്രമിക്കണം. എപ്പോഴും നനച്ചു കൊടുക്കണം. ഒരു ഈർപ്പം ഉണ്ടെങ്കിലേ നന്നായിട്ട് വളരും. അപ്പോൾ അതേ വേറെ 2 ഐഡിയാസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അത് ഇതിൻ്റെ ലീഫ് പ്രൊപ്പഗേഷനാണ്. ഇതിൻ്റെ ഇലത്തണ്ട് ഇതുപോലെ ഒന്ന് ഒടിച്ച് വെച്ച് കൊടുത്താൽ മതി. ഇലയുടെ നടുക്കഷണോ ഏതെങ്കിലും ഒരു ചെറിയ കഷണം മതി. ഇതുപോലെ വേരായി കിട്ടും. അപ്പോൾ വേരായി കഴിഞ്ഞാൽ പിന്നീട് അതൊരു പ്ലാന്റായി മാറാനായിട്ട് 1 മാസത്തോളമാണ് സാധാരണഗതിയിൽ സമയമെടുക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഇല മുറിച്ച് വെച്ച് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം. വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റെം പ്രൊപ്പഗേഷനാണ്. അതിൻ്റെ തണ്ടൊടിച്ച് വെച്ച് നമുക്ക് വളർത്താം. അങ്ങനെ ഈ ഒരു 3 രീതിയിലാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ. അപ്പോൾ ഒരു കുഞ്ഞു മഴക്കാലമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മുടെ പ്ലാന്റ് നല്ല വളർച്ച എത്തിയിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ കുഞ്ഞ് തൈകളിൽ നിന്നാണ് ഇത്രയും ആയി കിട്ടിയിരിക്കുന്നതെന്ന് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ഇൻഡോറിൽ വെച്ചാൽ വളരെയധികം ഗുഡ് ലക്ക് കൊണ്ടുവരുന്ന ഒരു പ്ലാന്റ് എന്നൊരു പറയുന്നുണ്ട്. പക്ഷേ അതിനെ പറ്റിയിട്ടുള്ള ബിലീഫിലോട്ട് പോകുന്നതിലും നല്ലത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാഴ്ചകൾ കാണാൻ എന്തായാലും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾ വാങ്ങി വളർത്താൻ ശ്രമിക്കുക. ഇതുപോലുള്ള ഒരുപാട് പ്ലാന്റിൻ്റെ വിശേഷങ്ങളും പ്ലാന്റ് ക്രാഫ്റ്റും ഒരുപാട് ഗാർഡൻ മേക്കിങ്ങും ഒക്കെ ഉള്ളൊരു ചാനലാണിത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. പുതിയ വീഡിയോസ് വരുമ്പോഴേക്കും നിങ്ങളെ ഹോം സ്ക്രീനിൽ കാണാൻ കഴിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും കാണാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരിക. പുതിയ എന്തെങ്കിലും വീഡിയോസ് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും കാണാം. അതുവരേക്കും ബൈ.